everyone, welcome to G-Pod. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ പ്ലസ് ടു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ മക്കളെ നമ്മൾ പ്ലസ് ടു ഹിസ്റ്ററിയുടെ ഒരു ഔട്ട്ലൈൻ നമ്മൾ നോക്കാം കേട്ടോ. അതായത് നമ്മൾ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് ഇൻട്രോ തരാണ്. അപ്പോൾ പ്ലസ് ടു ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് നോക്കാം. അപ്പോൾ പ്ലസ് വണ്ണേക്കാളും കുറച്ചധികം നിങ്ങൾക്ക് പ്ലസ് ടു പഠിക്കാനുണ്ട്. കാരണം പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ 10 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളതെങ്കിൽ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് 15 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. പ്ലസ് വണ്ണിൽ കുറേ ചാപ്റ്റേഴ്സ് വളരെ ചെറുതാണെങ്കിൽ പ്ലസ് ടുവിൽ മിക്കവാറും ചാപ്റ്റേഴ്സ് എന്താണ് വലുതാണ്. അപ്പോൾ അത്യാവശ്യം വലിയ 15 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ബ്രിക്സ് ബീഡ്സ് ആൻഡ് ദി ബോൺസ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ ആണ് ഒന്നാമത്തെ ചാപ്റ്റർ. രണ്ടാമത് കിങ്സ് ഫാമേഴ്സ് ആൻഡ് ടൗൺസ് അല്ലെ, അതായത് മഗധയെ കുറിച്ചിട്ടും മഹാജനപദങ്ങളെ കുറിച്ചും പഠിക്കുന്ന ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ. മൂന്നാമത്തത് കിൻഷിപ്പ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ആണ്, ഇന്ത്യയിലെ വർണ്ണ സിസ്റ്റം, വർണ്ണ സമ്പ്രദായത്തെ കുറിച്ചിട്ടും ജാതിയെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ചാപ്റ്റർ ആണ്. നാലാമത്തത് തിങ്കേഴ്സ് ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ് അല്ലെ, അന്നത്തെ ജൈനിസം, ബുദ്ധിസം, ജൈനമതം, ബുദ്ധമതം ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ്. അഞ്ചാമത്തത് ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ് അല്ലെ, ഇന്ത്യയിലേക്ക് എത്തിയ സഞ്ചാരികളെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ്. ആറാമത് ഭക്തി സൂഫി ട്രഡീഷൻ, ഭക്തി മൂവ്മെന്റിനെ കുറിച്ചിട്ടും സൂഫി മൂവ്മെന്റ് അഥവാ സൂഫി പ്രസ്ഥാനത്തെ കുറിച്ചും പഠിക്കുന്ന ചാപ്റ്ററാണ്. ഏഴാമത്തത് ഇമ്പീരിയൽ ക്യാപിറ്റൽ ഓഫ് വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ചിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് ഏഴാമത്തെ ചാപ്റ്റർ. എട്ടാമത്തത് പെസൻസ് ജമീന്ദാസ് ആൻഡ് ദ സ്റ്റേജിൽ, അന്നത്തെ ഇന്ത്യയിലെ ജമീന്ദാരി സിസ്റ്റം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അന്നത്തെ കർഷകരുടെ അവസ്ഥയൊക്കെ പഠിക്കുന്ന ചാപ്റ്ററാണ്. ഒമ്പതാമത്തത് കൾച്ചർ ആൻഡ് പോളിറ്റി ത്രൂ ദ കോഡ് ക്രോണിക്കിൾസ് ആണ്. ആൻഡ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്ററാണ് കൊളോണിസം ആൻഡ് കൺട്രീസ് ആയിട്ട്, ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വന്നതും ബ്രിട്ടീഷുകാർ ഇന്ത്യ എങ്ങനെയാണ് ഒരു കോളനിയാക്കി നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ റിബൽസ് ആൻഡ് ദി രാജ്, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ബ്രിട്ടീഷുകാരെ എങ്ങനെ നേരിട്ടുള്ള പഠിക്കുന്ന ചാപ്റ്ററാണ്. അത് മഹാത്മാഗാന്ധി നാഷണൽ മൂവ്മെന്റ് അല്ലെ, ഇന്ത്യയിലേക്ക് മഹാത്മാഗാന്ധി വന്നതും മഹാത്മാഗാന്ധി ഇന്ത്യക്ക് എങ്ങനെയാണ് ഫ്രീഡം നേടിയതെന്ന് പഠിക്കുന്ന ചാപ്റ്ററാണ്. ദെൻ എ കൺട്രി ടോൺ അപ്പാർട്ട്, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതും അതേപോലെ ഇന്ത്യ എങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള രണ്ട് രാജ്യങ്ങളായി മാറി എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററാണ്. ആൻഡ് അടുത്തത് അവസാന രണ്ട് ചാപ്റ്റർ കേരള ഹിസ്റ്ററിയാണ്, പ്രീ മോഡേൺ കേരള, അതായത് കേരളത്തിന്റെ ഒരു ഈ രണ്ട് ചാപ്റ്ററിലായിട്ട് കേരളത്തിന്റെ ഒരു 2000 കൊല്ലത്തെ ഒരു ചരിത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ചാപ്റ്ററിലായിട്ട് പഠിക്കുന്നുണ്ട്. പ്രീ മോഡേൺ കേരളയും അതേപോലെ തന്നെ കേരള ടുവേർഡ്സ് മോഡേൺ പല ചാപ്റ്ററിൽ. അപ്പോൾ ഈ 15 ചാപ്റ്റേഴ്സ് എന്നാണ് നിങ്ങൾക്ക് 80 മാർക്ക് ഉണ്ടാവുക. ഇതിൽ മാപ്പ് ഉണ്ടാകും, ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടാവും, ഇങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തേ പറ്റൂ. നിങ്ങൾ ശ്രദ്ധിച്ചേ, 15 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 15 ചാപ്റ്റേഴ്സ് നമ്മൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ മക്കളെ? ഇല്ലല്ലോ. എക്സാമിന് ഒരു ദിവസം മുന്നേ മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ മക്കളെ? ഇല്ലല്ലോ. നമ്മൾ എങ്ങനെ പഠിക്കണം? കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. അങ്ങനെ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക. എങ്ങനെ സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യാൻ പറ്റുക? കമൻറ്റ് ബോക്സ് നമ്മളൊരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ടീം വിളിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. സോ മക്കളെ, കമൻറ്റ് ബോക്സിലുള്ള ഫോം ഒന്ന് എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യട്ടോ മക്കളെ. കമൻറ്റ് ബോക്സിലെ ഫോം ഫില്ല് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ കമൻറ്റ് ബോക്സിലെ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് ഒന്ന് ഫില്ല് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ എല്ലാം സെറ്റാകും. നിങ്ങൾ ഒരു യൂട്യൂബ് ക്ലാസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. 15 ചാപ്റ്റേഴ്സ് ഹിസ്റ്ററിയിലുണ്ട്. എല്ലാ സബ്ജക്റ്റിലും ചാപ്റ്റേഴ്സിൻ്റെ വലിപ്പവും എണ്ണവും കൂടിയിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിച്ചാൽ മാത്രമേ മികച്ച റിസൾട്ട് നേടാൻ പറ്റൂ. സോ അതിനുള്ള ലേറ്റസ്റ്റ് സൊല്യൂഷൻ എജുപോഡ് സൂപ്പർ ബാച്ചാണ്. കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ബാക്കി നമ്മുടെ ടീം നിങ്ങളെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. സോ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.